Question number 16. Consider the following elements. Indium, thallium, aluminum, lead, tin and germanium. അപ്പോൾ ഇത്രയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ചോദ്യം എടുത്തിരിക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗ്രൂപ്പ് 13ന്റെയും ഗ്രൂപ്പ് 14ന്റെയും ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്, ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നാണ്. The most stable oxidation state of elements with the highest and lowest first ionization enthalpies respectively are. ഈ ഇത്രയും എലമെന്റുകളിൽ ഹൈയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആർക്കാണ്? ഹൈയസ്റ്റ്, അത് ജർമേനിയമാണ്. ഹൈയസ്റ്റ് അയണൈസേഷൻ, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ജർമേനിയമാണ്. ലോവസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വരുന്നത് ഇന്ത്യത്തിനാണ്. കാരണം ഗ്രൂപ്പ് 13ലെ ഏറ്റവും കുറവ് അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുക ഇന്ത്യമാണ്. ശരിയല്ലേ? യെസ്. ഗ്രൂപ്പ് 14ൽ തന്നിരിക്കുന്ന 3 പേരിൽ ആരൊക്കെയാ? ജർമേനിയം, ലെഡ്, ടിന്ന്. ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ജർമേനിയത്തിനാണ്. അപ്പൊ എന്തായാലും ജർമേനിയത്തിനായിരിക്കുമല്ലോ മൊത്തത്തിൽ കൂടുതൽ ഉണ്ടാവുക. ഇന്ത്യത്തിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? +3 ആണ്. കാരണം താലിയത്തിനാണ് +1 ഏറ്റവും സ്റ്റേബിൾ ആകാൻ. ഇനർ പെയർ എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യത്തിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് +3 ആണ്. ജർമേനിയത്തിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ്, ജർമേനിയം മിഡിൽ അല്ലേ വരുന്നത്, ഓഫ് കോഴ്സ് +4 ആയിരിക്കും സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പൊ മക്കളെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ.